ഹലോ കൂട്ടുകാരെ, ഇതൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു ലോ എനർജി ഫീൽ ആകുമ്പോൾ, ഹാർട്ട് ചക്രയിൽ ഹെവിനെസ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിൻ ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് തോന്നുമ്പോഴൊക്കെയും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർ, ഇന്നർ ചൈൽഡ് ഹീലിംഗിലേക്ക് ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നവർ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു പാറ്റേൺ, അതായത് കുഞ്ഞിലെ തൊട്ടേ ഉള്ള ട്രാമാസിൻ്റെ ഒരു മേജർ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു മെഡിറ്റേഷൻ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടി മാത്രമേ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല തോട്ട്സ്, പല ആലോചനകൾ വരുമെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പോകരുത്. അതിനെ ജസ്റ്റ് ഒരു പാസിങ് ക്ലൗഡ് പോലെ, മേഘങ്ങൾ എങ്ങനെയാണോ കാറ്റത്ത് പാസ്സാവുന്നത് ആകാശത്തിൽ, അങ്ങനെ വിചാരിച്ചിട്ട് അതിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ തരുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് ആ ഗൈഡ് ചെയ്യുന്ന ആ ഒരു വാക്കുകളിൽ മാത്രം ശ്രദ്ധിച്ച് മെഡിറ്റേഷൻ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫീലായ കാര്യം കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ മെഡിറ്റേഷൻസ് ചെയ്യാൻ അത് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. ഈ ഒരു മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഡിവൈനിന് താങ്ക് യു പറയുകയാണ്. ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾക്ക് എത്രത്തോളം ഹീലിംഗ് നടക്കണോ അത്രയും ഹീല് ചെയ്യണമെന്നും അത്രയും ഗൈഡ് ചെയ്യണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മളുടെ ഡിവൈൻ പവേഴ്സിനോട്, നമ്മുടെ ഡിവൈനോട്, യൂണിവേഴ്സിനോട്, മദർ എർത്തിനോട്, ഗാർഡിയൻ ഏഞ്ചൽസിനോട്, സ്പിരിറ്റ് ഗൈഡ്സിനോട്, സ്പിരിറ്റ് ആനിമൽസിനോട്, നമ്മുടെ പിതൃക്കളോടൊക്കെയും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇവരെല്ലാവർക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ഈ ഒരു ഹീലിംഗ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട്. താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ തലകണ ഉപയോഗിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാവാം. ഇരിക്കുമ്പോൾ തറയിലിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കസേരയിൽ, കട്ടിലിൽ, എവിടെയും കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുക. അടുത്ത കുറച്ച് നിമിഷങ്ങൾ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കുക. പീസ്ഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഒരിടത്ത് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പതുക്കെ നമ്മളുടെ കോൺസെൻട്രേഷൻ നമ്മളിലേക്ക് കൊണ്ടുവരിക. ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യുക. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുമ്പോഴൊക്കെയും ആ ഒരു ബ്രീത്ത് റൂട്ട് ചക്ര വരെ എടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ റൂട്ട് ചക്ര വരെ ആ ബ്രീത്ത് എടുക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ ബ്രീത്തിൽ മാത്രമായിരിക്കണം, എടുക്കുന്ന ശ്വാസത്തിൽ മാത്രമായിരിക്കണം. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ്. 2 നിമിഷം ഈ ഒരു ബ്രീത്തിനെ ഹോൾഡ് ചെയ്യുകയാണ്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഫാസ്റ്റായിട്ട് വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ്. ഇപ്രാവശ്യം നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജീസൊക്കെയും ഈ ഒരു ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നതായിട്ട്, ഇൻഹെയിൽ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നമ്മൾ എക്സെയിൽ ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആൻസൈറ്റി ഇഷ്യൂസ്, ഇംബാലൻസസ്, വേദനകൾ ഒക്കെ നമ്മൾ പുറത്തേക്ക് എക്സെയിൽ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക.
പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കാവുന്നതാണ്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റുന്നത്രയും കാമാണ് നിങ്ങൾ. പതുക്കെ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം, അതിനെ വിഷ്വലൈസ് ചെയ്യുക. ആ പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായുള്ള ഗേറ്റ്. പതുക്കെ നിങ്ങൾ നടക്കുകയാണ്. നടക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ ആ മണ്ണിൻ്റെ കുളിർമ, നനഞ്ഞ മണ്ണിൻ്റെ ആ ഒരു കുളിർമ ഫീൽ ആവുന്നുണ്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ഫാസ്റ്റ് ബ്രീത്ത് ഔട്ട്. സൈഡിലൊക്കെ നിൽക്കുന്ന ചെടികളിൽ ഉള്ള നനവ്, മഴ പെയ്ത് നിന്ന് പോയിട്ടുള്ള ആ ഒരു നനവ് കൈകളിൽ ഫീൽ ആവുന്നുണ്ട് നിങ്ങൾ ആ ചെടികളെയൊക്കെ തൊടുമ്പോൾ. അങ്ങനെ പതുക്കെ നിങ്ങൾ ആ ഒരു പൂന്തോട്ടത്തിലേക്ക് അകത്തേക്ക് പോവുകയാണ്. ആ ഒരു മൺപാതയിലൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുറേ ചെടികൾ പൂക്കളോട് കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതുക്കെ ബ്രീത്ത് ഔട്ട്. ഈ ഒരു പൂക്കളുടെ ഒരു സുഗന്ധം ആ ഒരു അന്തരീക്ഷത്തിൽ ആകെ പരന്നു കിടക്കുന്നു. അതൊക്കെയും ആസ്വദിച്ചുകൊണ്ട് നിങ്ങളൊരു കാമായ ഒരവസ്ഥയിലൂടെ പതുക്കെ മുമ്പോട്ട് പോകുമ്പോൾ കുറേ വലിയ മരങ്ങൾ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് വല്ലാതെ നിങ്ങളെ ആകർഷിക്കുന്ന ആ ഒരു പ്രദേശം. അവിടേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുകയാണ്. പതുക്കെ പതുക്കെ അവിടേക്ക് നടന്ന് നീങ്ങിയപ്പോൾ അവിടെ ഒരു കൊച്ചു കുഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഒരു കുഞ്ഞവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യവുമായിട്ട്, മനസ്സിൽ വന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് നിങ്ങൾ ആ മരത്തിൻ്റെ അടുത്തേക്ക്, അതായത് ആ കുഞ്ഞിരിക്കുന്ന ആ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാം. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അടുത്തെത്തിയപ്പോൾ വളരെയധികം ഒരു അത്ഭുതത്തോടെ നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കുകയാണ്. നിങ്ങളെ കുഞ്ഞിലെ ഇട്ടിരുന്ന ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ഒരു ഷർട്ടും ട്രൗസറും ഒക്കെയാണ് ആ കുഞ്ഞിട്ടിരിക്കുന്നത്. വളരെ അത്ഭുതത്തോടെ, അതിലേറെ ആകാംക്ഷയോടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുകയാണ്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ കുഞ്ഞിനെ പതുക്കെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആ കുഞ്ഞ് രണ്ട് മുട്ടുകാലിൽ കാലിൽ തല ചായ്ച്ചു വെച്ച് അങ്ങനെ ഇരിക്കുന്നു. പതുക്കെ ആ കുഞ്ഞിൻ്റെ റൈറ്റ് ഷോൾഡറിൽ നിങ്ങൾ തട്ടുകയാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ആ കുഞ്ഞ് ഒരു ദേഷ്യത്തോടെ നിങ്ങളുടെ കൈ തട്ടി മാറ്റുന്നു. തല പൊക്കിപ്പോലും ഒന്നും നോക്കുന്നില്ല നിങ്ങളെ. പിന്നെ എന്ത് പറ്റി ഈ ഒരു കുഞ്ഞിനെന്ന് അത് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ പിന്നെ ആ കുഞ്ഞിനെ നിങ്ങൾ വിളിക്കുകയാണ്, തട്ടി വിളിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് പെട്ടെന്ന് മുഖമുയർത്തി നിങ്ങളെ നോക്കുന്നു. ഡീപ്പ് ബ്രീത്ത് ഇൻ, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട്
പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾ വളരെ അധികം ഒരു ഷോക്കിംഗ് സ്റ്റേജിലേക്ക് പോവുകയാണ്. കാരണം അത് നിങ്ങളുടെ ലോവർ വേർഷനാണ്. ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒത്തിരി വേദനകൾ, ദേഷ്യം, വിഷമം, ഒറ്റപ്പെടൽ, ഇങ്ങനെയുള്ള പല ഭാവങ്ങൾ മിന്നിമറയുന്നു. പിന്നെയും ഡീപ്പ് ബ്രീത്തിൻ എടുക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പായിട്ടൊരു ബ്രീത്തിൻ എടുക്കാവുന്നതാണ്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്രാവശ്യം ഡീപ്പായിട്ട് ബ്രീത്തിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൂടെ ആ ഒരു ശ്വാസം പോയത് ഫീൽ ചെയ്യുക. ഫാസ്റ്റായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാർട്ട് ചക്രയിലൂടെ ആ കുഞ്ഞിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുകയാണ്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വേദനകളിലൂടെ കടന്നു പോകുന്ന ആ ഒരു കുഞ്ഞു വേർഷൻ, നിങ്ങളുടെ കുഞ്ഞു വേർഷനിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുകയാണ്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്തിൻ എടുക്കാവുന്നതാണ്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ആ കുഞ്ഞ് വേർഷൻ, അതായത് നിങ്ങളുടെ ആ കുഞ്ഞിലെ ലോവർ സെൽഫിലേക്ക് നിങ്ങൾ കണക്റ്റ് ആയി കഴിഞ്ഞു. എന്താണ് ഈ കുഞ്ഞിൻ്റെ വേദനകളെന്ന് നിങ്ങൾ ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ ഒരു കാര്യമല്ല, പല കാര്യങ്ങളാണ് ആ കുഞ്ഞ് പറയാൻ വെമ്പുന്നത്. പറയാൻ പറ്റാതെ കരച്ചിൽ വന്ന് ആ കുഞ്ഞ് കരയുന്നു. ആ കുഞ്ഞിനെ, ഒരു കുഞ്ഞിനെ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കുക, അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഷോൾഡറിലൂടെയൊക്കെ ഒന്ന് കൈയിട്ട് കൈ കൊണ്ടൊന്ന് തലോടി, ഞാനുണ്ട് നിനക്ക്, എന്തു പറ്റി, ഒന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വേദനകൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഇതുവരെ നിങ്ങൾ സർപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷൻസിനെ ആ കുഞ്ഞ് റിലീസ് ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങളിലൂടെ. പിന്നെയും ഡീപ്പ് ബ്രീത്തിൻ എടുക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ പല പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇമോഷണൽ സപ്പോർട്ടിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. പലതരത്തിലുള്ള ഇമോഷണൽ ഇഗ്നോറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാവാം, നിങ്ങളുടെ ഫാമിലിയിൽ, കുടുംബത്തിലെ മറ്റംഗങ്ങളിൽ നിന്നാവാം, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നാവാം ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സ്നേഹമോ സപ്പോർട്ടോ ഒരു സംരക്ഷണമോ ഒരു ഉപദേശമോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ കുഞ്ഞ് പറയുകയാണ് നിങ്ങളോട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഇമോഷണൽ ഇഗ്നോറൻസിലൂടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ കുഞ്ഞ് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. ആ കുഞ്ഞിനെ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കും അതേപോലെ. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ എടുക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള അബ്യൂസുകൾ, വഴക്കു പറച്ചിലുകൾ, കളിയാക്കലുകൾ, പല കാര്യങ്ങളിലും നിങ്ങൾക്കിത് കൽപ്പില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇനിയൊരാൾക്ക് ആ ഒരു ജോലി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചിട്ട് ഒരു മാർക്ക് കുറഞ്ഞെങ്കിൽ പോലും അതിന് ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ടൊക്കെ ഉള്ള അബ്യൂസസ് നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ ഒക്കെ നിങ്ങളുടെ കൺമുന്നിൽ വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ഇമോഷൻസിനെ ഒക്കെയും നിങ്ങൾ റിലീസ് ചെയ്യുക.
ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ എടുക്കാവുന്നതാണ്. പിന്നെയും പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പല ആവശ്യങ്ങളുടെയും ഒരു അവഗണന നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അതായത് ഒരു മനുഷ്യജന്മത്തിൻ്റെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, ഒരു നല്ല താമസ സ്ഥലം, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് കളിയാക്കലുകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ആ കുഞ്ഞു നിങ്ങളുടെ മടിയിലിരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുമ്പോൾ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ ഫീലായി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പിന്നെയും പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കാവുന്നതാണ്, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ഇൻ ബ്രീത്ത് ഇൻ ചെയ്യുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ സ്കൂളിൽ നിന്നും പല ടീച്ചേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവഗണനകൾ, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നടക്കുന്ന രീതി, നിങ്ങളെ കാണാൻ, അതായത് നിങ്ങളുടെ ഒരു അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ ഒക്കെയും കിട്ടിയ കളിയാക്കലുകൾ ഒക്കെയും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. നിങ്ങളെ പലതരത്തിലും ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, പഠിക്കുന്ന കാര്യത്തിൽ പലരുമായിട്ട് കമ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെ ആ ഓരോ സിറ്റുവേഷൻസ് കടന്നു പോകുന്നു. അതിലൊക്കെയും നിങ്ങൾ ഫീലായിട്ടുള്ള ഒരു ലോ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ്, നിങ്ങളുടെ ഇമോഷൻസിനെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ, അതിലൂടെ നിങ്ങൾ സർപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ സർപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള പല ഇമോഷൻസും നമുക്ക് സർഫേസിൽ വരികയാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഈ ഒരു എക്സ്പീരിയൻസസിലൂടെ മേ ബി നിങ്ങളൊരു അൺസേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നിങ്ങളെന്ന് വിചാരിച്ചിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജന്മം എന്തിനാണെന്ന് വിചാരിച്ച് പലപ്പോഴും ശപിച്ചിട്ടുണ്ടായിരിക്കാം സ്വയം. അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ സർപ്രസ് ചെയ്തിട്ട് സെയിം പാറ്റേൺസിനെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ആകർഷിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ടീനേജ് ഇയേഴ്സിൽ വന്നപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള പല റിലേഷൻഷിപ്സിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു മിന്നായം പോലെ കടന്നു പോകുന്നു. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇവിടെ പലപ്പോഴും ഒരു ചെറിയൊരു ഹഗ് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, നമ്മളെ വളർത്തിയ ആ ഒരു ആൾക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടും കിട്ടിയിട്ടില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു അൺകണ്ടീഷണൽ ലവ്, ചെറിയൊരു കെയർ നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പലപ്പോഴും നമ്മൾ തന്നെ അവഗണിച്ചുകൊണ്ട് അതേ ലൂപ്പിൽ അതേ പാറ്റേൺസിൽ നിന്നതിന് നമ്മൾ പലപ്പോഴും നമ്മളെ ശപിച്ചിട്ടുണ്ടായിരിക്കും. സോ ആദ്യം ഇവിടെ ഈ ഒരു എല്ലാ കാര്യത്തിനും നമ്മളെ ഫൊർഗീവ് ചെയ്യുകയാണ്, അതിനൊരു ഫൊർഗീവ്നെസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ മുമ്പിലിരിക്കുന്ന കുഞ്ഞിനോട് ഇതുവരെ നടന്ന എല്ലാ കാര്യത്തിനും
അറിഞ്ഞോ അറിയാതെയോ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത്രയും ഒരു സ്ട്രെങ്ത് എന്നിലില്ലായിരുന്നു. ആ ഒരു പേടിയിൽ നിന്നുമാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനോട് നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. അതായത് നമ്മളുടെ ലോവർ സെൽഫിനോട് മാപ്പ് ചോദിക്കുകയാണ്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ എടുക്കാവുന്നതാണ്, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി മുമ്പോട്ടങ്ങോട്ട് എല്ലാ കാര്യത്തിനും, എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനും ഞാൻ നിനക്ക് സപ്പോർട്ട് തരും. അതായത് ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്ന് നമ്മുടെ ആ കുഞ്ഞു വെർഷനോട് പറയുമ്പോൾ ആ ഒരു ഇമോഷൻസൊക്കെ റിലീസ് ചെയ്ത് ഒരു ശാന്തമായ ഭാവത്തിൽ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു കുഞ്ഞു വെർഷൻ്റെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുകയാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരികയാണ്. അവിടെ വളരെയധികം ഒരു പീസിൻ്റെ എനർജിയിലാണ് നിങ്ങൾ. കാരണം ഇത്രയും നാളും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെയോ സർപ്രസ്ഡ് ഇമോഷൻസ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് പിന്നെയും നോക്കുക. ആ കുഞ്ഞ് വളരെ ഹാപ്പിയോടെ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു കുഞ്ഞിനോട് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിച്ചാൽ മതി, ആ ഒരു മിസ്ഡ് ആയിട്ടുള്ള ഒരു ലവിൻ്റെ പാർട്ട്, അൺകണ്ടീഷണൽ ലവിൻ്റെ പാർട്ടാണ് ആ കുഞ്ഞ് ചോദിക്കുന്നത്. ആ കുഞ്ഞിനെ നിങ്ങൾ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊക്കെ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് വളരെ ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൂടെ ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. ആ കുഞ്ഞിനെ നിങ്ങൾ ടൈറ്റായിട്ട് കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. അപ്പോൾ ആ കുഞ്ഞ് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് വളരെ ഹാപ്പിയോടെ മേർജായി കഴിഞ്ഞു. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ബ്ലിസ്ഫുൾ എനർജിയിലാണിപ്പോൾ, നല്ലൊരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയിൽ. എന്നാൽ എവിടെയൊക്കെയോ ഇനിയും കുറച്ചൊക്കെ ദേഷ്യം ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ ദേഷ്യത്തിൻ്റെ ഫീലിംഗ്, അല്ലെങ്കിൽ ആരോടൊക്കെയോ എന്തൊക്കെയോ ഒരു പക പോലെ ഒരു ഫീലിംഗ് സ്റ്റിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെയും നിങ്ങൾ എഴുന്നേറ്റ് അവിടുന്ന് പതുക്കെ മുമ്പിലേക്ക് നടന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റേജ് പോലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയും നിങ്ങളുടെ ആ ഒരു കുഞ്ഞ് ഉണർന്നു. ഇതെന്താണ് ഈ പൂന്തോട്ടത്തിൽ സ്റ്റേജ് എന്ന് വിചാരിച്ചുകൊണ്ട് പതുക്കെ നിങ്ങൾ ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കുറേ പടികൾ കാണാം നിങ്ങൾക്ക് മുകളിലേക്ക്, സ്റ്റേജിലേക്ക് കയറാനായിട്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ എടുക്കുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ പിന്നെയും ഒരു കൊച്ചു കുട്ടിയെ പോലെ ആ സ്റ്റേജിൻ്റെ സ്റ്റെപ്സ് ഓടിക്കയറുകയാണ്. പതുക്കെ സ്റ്റേജിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞ് സ്റ്റേജിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ നിങ്ങളോട് ഒരു മിസ്ബിഹേവ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ, കുട്ടിക്കാലത്ത് പേരൻറ്റിങ്ങിൽ നിങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റാത്ത എല്ലാ സോൾസിൻ്റെ ഹയർ സെൽഫും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെ അത്ഭുതത്തോടെ അവരെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും ഹാർട്ട് ചക്രയിൽ ചെറുതായിട്ട് പെയിൻ തോന്നുന്നുണ്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ
നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഒക്കെയും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സോൾസിന് കാരണം അവർ റിപ്പീറ്റഡായിട്ട് ജനറേഷൻസായിട്ട് വിശ്വസിച്ച് വന്നിരുന്ന ഒരു പാറ്റേൺസിലൂടെ വന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തന്നിരുന്ന ഒരു ട്രാമയായിരുന്നു അതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ ഫൊർഗീവ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആവുകയാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ സോൾസിൻ്റെയൊക്കെ ഹയർ സെൽഫ്സിനോട് താങ്ക് യു പറയുക. കാരണം ഏതെങ്കിലും ഒരു ജന്മത്തിൽ ലൂടെ നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന കർമ്മങ്ങളെയൊക്കെയും ആ ഒരു കർമ്മങ്ങളെയൊക്കെയും ബാലൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലെസൺസ് തന്നതിന് അവരോടൊക്കെ നമ്മൾ താങ്ക്ഫുൾ ആണ്. താങ്ക് യു പറയുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരോട് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുക. എല്ലാ ലെസൺസിനും എല്ലാ ജീവിത പാഠങ്ങൾക്കും താങ്ക് യു പറയുക. ആൻഡ് ഇതുവരെ ഇവരുടെ മുകളിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഗ്രഡ്ജിനെയും നിങ്ങൾ ഫൊർഗീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു സോൾസിൻ്റെ ഹയർ സെൽഫ്സിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ പല സോൾസും താങ്ക്ഫുള്ളാണ്. ഈ ഒരു സോൾ എഗ്രിമെൻ്റ് ഇവിടെ നിങ്ങൾ അതായത് ആ ഒരു ലെസൺസ് പഠിച്ച് നിങ്ങൾ അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുന്നതിലൂടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. അത് രണ്ട് സോൾസിൻ്റെയും ഹയസ്റ്റ് ഗുഡിനായിട്ട്. അതൊക്കെ മനസ്സിലാക്കി കുറച്ച് സോൾസ് പതുക്കെ യൂണിവേഴ്സിലേക്ക് ലയിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നെയും നോക്കുമ്പോൾ അവിടെ ഇനിയും കുറേ സോൾസിൻ്റെ ഹയർ സെൽഫ്സ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ മാതാപിതാക്കളാവാം, അവരുടെ ഹയർ സെൽഫ് ആവാം, നിങ്ങളുടെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആവാം, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരാവാം, അല്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കളെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്ന വളരെ പ്രായം ചെന്ന ആൾക്കാരുടെ ഹയർ സെൽഫാവാം. പിന്നെയും അവരോട് ഇതുവരെ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു പറയുക. എല്ലാ ജീവിത പാഠങ്ങൾക്കും പഴയ ജന്മങ്ങളിൽ തൊട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന പല കർമ്മങ്ങളെയും ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു പറയുക. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നമ്മളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയുക. ആൻഡ് രണ്ട് സോൾസിൻ്റെയും ഹയസ്റ്റ് ഗുഡിനായിട്ട് ഈ സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറയുക. പിന്നെയും മാപ്പ് പറയുക. കണ്ണടച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ആ ഒരു സോൾസിനോടൊക്കെ നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് അവരൊക്കെയും യൂണിവേഴ്സിലേക്ക് ലയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ഇൻ ബ്രീത്ത് ഇൻ ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പിന്നെയും നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ്. ഹാർട്ട് ചക്രയിൽ നിങ്ങളൊരു സേഫായിട്ടുള്ള പ്ലേസിലാണെന്ന് ഫീൽ ആവുന്നു. നിങ്ങളൊരു സെക്യൂറായിട്ടുള്ള ഒരു പ്ലേസിലാണ്. നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് നിങ്ങളെ കെയർ ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട്, അതിർവരമ്പുകൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ഹാർട്ട് ചക്രയിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്ത് ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ് നിങ്ങൾ. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുകയാണ്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഫീൽ ആവുമ്പോൾ നിങ്ങളൊരു ബ്ലിസ്ഫുൾ എനർജിയിലാണ്, ഒരു പീസിൻ്റെ എനർജിയിലാണ്. അതുവരെ ഇല്ലാത്ത ഒരു
തൂവൽ പോലത്തെ ഒരു എനർജി നിങ്ങൾ ഫീൽ ആവുന്നു. ഒരു ഫെദറിനെ പോലത്തെ ഒരു എനർജിയിൽ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ ആ സ്റ്റെപ്സൊക്കെ ഒന്ന് ചാടി ഇറങ്ങി ഓടി തിരിച്ചു പോവുകയാണ്. നിങ്ങളുടെ ആ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയും ചെയ്ത് നിങ്ങളെ റീപെരൻ്റ് ചെയ്ത് നിങ്ങളുടെ കെയർ എടുക്കാനായിട്ട് നിങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തിരിഞ്ഞ് പതുക്കെ നടക്കുകയും ചെറുതായിട്ട് ഓടുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ ആ ഒരു പൂന്തോട്ടത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് നിങ്ങൾ പതുക്കെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ബോഡീനെ ആ ഒരു ബോഡിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. പതുക്കെ 2 കൈയും തിരിഞ്ഞ് കണ്ണുകളിലൊക്കെ ആ ഒരു ചൂട് വെച്ച് ആ ഒരു ഫീലിംഗ് വെച്ചിട്ട് നിങ്ങളുടെ കറൻറ്റ് റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു.